നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. അപ്പോൾ നമ്മളെ ഗ്രേറ്റ് ഡിവിഷൻ ചാനലിൻ്റെ ഒരുപാട് എപ്പിസോഡുകൾ ചെയ്തൊരു സ്ഥലമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മനോഹരമായൊരു സ്ഥലത്താണ്. കൊല്ലത്തിൻ്റെ ഏറ്റവും മനോഹരമായ സ്ഥലം ആശ്രാമം ഗസ്റ്റ് ഹൗസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റായ ഒരു സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം. നമ്മുടെ അനശ്വര നടൻ ജയൻ്റെ മീൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രധാന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഷൂട്ടിങ്ങും ഇവിടെയായിരുന്നു നടന്നിരുന്നത്. അതിൻ്റെ പ്രധാന സ്ഥലങ്ങളാണ്. അന്ന് ഈ ആലൊക്കെ ചെറുതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരുപാട് വലുതായി. 45 വർഷങ്ങളായി. 45ാം ചരമദിനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നവംബർ 16 ജയൻ ചേട്ടൻ്റെ മലയാളത്തിൻ്റെ എന്നത്തെയും ആക്ഷൻ ഹീറോ ജയന്റെ സിനിമയുടെ പ്രധാന ലൊക്കേഷൻ നേരത്തെ നമ്മൾ തന്നിരുന്നു. ഇനിയും ഒരിക്കൽ കൂടി നമ്മൾ ആ സിനിമയുടെ പൂർണ്ണമായ ലൊക്കേഷൻ മുഴുവനും കാണിക്കും. ശക്തികുളങ്ങരയും നീണ്ടകരയും അതുപോലെ തന്നെ കൊല്ലം ബീച്ചും അഡ്വഞ്ചർ പാർക്കും ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് പിന്നാലെ വന്നോടെ മനോഹരമായ കാഴ്ചകളാണ് തരാൻ പോകുന്നത്. ജയൻ ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ആശ്രാമം ഗസ്റ്റ് ഹൗസും അഡ്വഞ്ചർ പാർക്കും. അവിടെയാണ് IVCC സംവിധാനം ചെയ്ത ഈ മനോഹരമായ ചിത്രം മുഴുവൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ കാഴ്ചകൾ പിന്നാലെ വരും, എല്ലാവരും കാണണം. മീൻ സിനിമയുടെ പ്രധാന ലൊക്കേഷൻ എന്നത് മാത്രമല്ല, ഒരുപാട് പാട്ട് സീനുകൾ, സംഗീതമേ നിൻ പൂഞ്ചിറകൾ, ഉല്ലാസപൂത്തിരികൾ, കണ്ണിലണിഞ്ഞവളെ, അങ്ങനെയുള്ള പാട്ട് സീനുകളിലൊക്കെ പ്രധാന സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെയാണ്. ജയനും സീമയും ജീപ്പിൽ വരുന്ന സീനും അതുപോലെ കുണ്ട്ര ജോണിയും ലാലു അലക്സും ജയനും ഗുണ്ടകളുമായി ഏറ്റുമുട്ടുന്ന സീനുകളുമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ്. വളരെ മനോഹരമായിരുന്ന അക്കാലത്ത് അഡ്വഞ്ചർ പാർക്കും അതുപോലെ തന്നെ ആശ്രാമം ഗസ്റ്റ് ഹൗസൊക്കെ വളരെ നല്ല രീതിയിൽ പൂങ്കാവനമായി നിന്ന ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത സ്ഥലമാണ്. ഇപ്പോൾ ആശ്രാമം ഗസ്റ്റ് ഹൗസ് പൊളിഞ്ഞു കിടക്കുകയാണ്. ഒരുപാട് വർഷമായി പണിയൊക്കെ നടക്കുന്ന ഒന്നും പൂർത്തീകരിച്ചില്ല. കൊല്ലത്തിന്റെ ചരിത്ര സ്മാരകമാണ് ആശ്രാമം ഗസ്റ്റ് ഹൗസ്. പക്ഷെ എന്തുകൊണ്ടോ അതൊന്നും പണി പൂർത്തിയാകാതെ ഇങ്ങനെ കിടക്കുകയാണ്. എങ്കിലും ആ മലയാള സിനിമയുടെ മനോഹരമായ മുഹൂർത്തങ്ങൾ ചിത്രീകരിച്ച സ്ഥലം നമുക്കെന്നും ഒരു വലിയ സന്തോഷമാണ് ഇവിടെ നിൽക്കുമ്പോൾ. മലയാളത്തിലെ ഏറ്റവും മികച്ച തിരക്കഥകളിൽ ഒന്നായ അങ്ങാടി പോലെ തന്നെ മീൻ എന്ന് പറയുന്ന സിനിമയും ചടുലമായ സംഭാഷണങ്ങളും അഭിനയ മുഹൂർത്തങ്ങളും, ജയന്റെ ഏറ്റവും നല്ല അഭിനയ മുഹൂർത്തങ്ങൾ മലയാളികൾ കണ്ട സിനിമയായിരുന്നു മീൻ. മധുവും ശ്രീവിദ്യയും ജയനും അതുപോലെ സീമയും അംബികയും ജോസും ഒക്കെ പ്രകടനം കാഴ്ചവെച്ച സിനിമയായിരുന്നു. കൊല്ലത്തിന്റെ ലൊക്കേഷൻ തന്നെ ആ സിനിമയുടെ വലിയൊരു വിജയമായിരുന്നു. T. ദാമോദരന്റെ തിരക്കഥയിൽ IVCC സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു മീൻ. അന്ന് സിനിമാ ചിത്രീകരണം നടക്കുമ്പോൾ ഉള്ള മരങ്ങളാണ് പിന്നിൽ നിൽക്കുന്നത്. അന്ന് ചെറിയ മരങ്ങളൊക്കെ ആയിരുന്നു. ആ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മതിൽക്കെട്ടും മരങ്ങളുമെല്ലാം. ഒരു കുന്തിരിക്ക മരമാണ് നിൽക്കുന്നത്. ചെറിയൊരു മരമായിരുന്നു, ഇന്നൊരു വലിയ മരമായി മാറി. തൊട്ടപ്പുറത്ത് ഒരു നാട്ടുമാവുണ്ട്, അതിനപ്പുറത്ത് വീണ്ടും ഒരു കുന്തിരിക്ക മരമുണ്ട്. നമുക്ക് കാണാം സംഘടന സീനുകളിലും അതുപോലെ ജയനും സീമയും നടന്നു പോകുന്ന സീനുകളിലും ജിപ്സിയിൽ പോകുന്ന സീനുകളിലുമൊക്കെ മനോഹരമായി തന്നെ ജയാനന്ദ് വിൻസെന്റ് എന്ന ക്യാമറാമാന്റെ മികച്ച ക്യാമറയായിരുന്നു മീൻ സിനിമയുടെ. കൊല്ലത്തിന്റെ ഏറ്റവും നല്ല ലൊക്കേഷനുകൾ ശക്തികുളങ്ങരയും നീണ്ടകരയും അതുകൂടാതെ തന്നെ കൊല്ലം ബീച്ചും ഒക്കെ നമുക്ക് ആ സിനിമയിൽ നല്ല രീതിയിൽ കാണുവാൻ കഴിയും. നിരവധി സിനിമകൾക്ക് ലൊക്കേഷനായ സ്ഥലമാണെങ്കിലും മീൻ സിനിമയാണ് പൂർണ്ണമായും ഇവിടെ ചിത്രീകരിച്ചത്. ഒരുപാട് മലയാള സിനിമകൾ കൊല്ലത്തെടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എങ്കിലും നമ്മൾ എടുത്തു പറയേണ്ട സിനിമയാണ് മീൻ എന്ന് പറയുന്ന സിനിമ. കൊല്ലത്തിന്റെ ആ കാഴ്ചകൾ ഒരുപാട് പിന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇന്ന് കാലം മാറി, കഥ മാറി, കൊല്ലത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറി. പക്ഷേ ആശ്രാമത്തെ ഗസ്റ്റ് ഹൗസും അഡ്വഞ്ചർ പാർക്കും ഒക്കെ പഴയ രീതിയിൽ തന്നെ ഉണ്ട്. ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും ആ കാഴ്ചകൾ നമുക്ക് മനോഹരമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഗസ്റ്റ് ഹൗസിന്റെ പഴയ പ്രൗഢിയൊന്നും ഇപ്പോൾ ഇല്ല എന്ന് മാത്രം. ജയന്റെ ഓരോ എപ്പിസോഡുകളും എല്ലാവരും നല്ല രീതിയിലാണ് സ്വീകരിക്കുന്നത്. അനശ്വര നടന്റെ ഓർമ്മകൾ മലയാളികളുടെ മനസ്സിൽ എന്നും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ജയൻ എന്നാൽ ഒരു വലിയ മനോഹരമായ ഓർമ്മയാണ്. ഈ നവംബർ 16 45 വർഷങ്ങൾ തികയുമ്പോൾ നമുക്ക് ഈ ലൊക്കേഷനെ കുറിച്ച് കുറേയേറെ പറയുവാനുണ്ട്. ഗ്രീൻ ഡിവിഷൻ ചാനൽ വഴി നിരവധി ലൊക്കേഷനുകൾ തരാനായി നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ജയൻ അഭിനയിച്ച സിനിമകളുടെ പ്രധാന ലൊക്കേഷനുകൾ അടുത്ത മാസം മുതൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.